അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ കാലം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലം തീരുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് അന്ത്യപ്രവാചകനാണ്. അന്ത്യനാളിലേക്കും എക്കാലങ്ങളിലേക്കുമുള്ള അല്ലാഹുവിന്റെ ദൂതനാണ്. അതുകൊണ്ട് ഇന്നൊരാള് മേലോട്ട് പറഞ്ഞാൽ ഒരു അമേരിക്കക്കാരൻ ആകാശത്ത് ബഹിരാകാശ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ ചന്ദ്രനിൽ കാലുകുത്തി, ഇപ്പൊ നിങ്ങളാണോ വലുത് ഞങ്ങളാണോ വലുത് എന്ന് ചോദിക്കാൻ ഇടവരാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലോട്ട് പറന്നു പോയി തന്നെ കാണാൻ അല്ലാഹു അവസരം കൊടുത്തത്. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം തരത്തിലുള്ള അറിവുകളാണ് നബി തങ്ങൾക്ക്. ആ കാലത്ത് ഖുർആൻ ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്. 6-ാം നൂറ്റാണ്ടിലെ ഖുർആൻ ഓതി കൊടുക്കുന്നു യൂസുഫ് സൂറത്ത്. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഖാല യൂസുഫു ലിയബീഹി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഈ ആയത്തോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ജൂതന്റെ ചോദ്യം, ആയത്തിൽ എന്താ പറഞ്ഞത്? യൂസുഫ് നബി പറയുന്നു, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടിരിക്കുന്നു. ഈ ആയത്ത് പഠിപ്പിക്കുമ്പോ ഒരു ജൂതൻ വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കും, അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിനൽ യഹൂദി യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ കവാകിബ് അല്ലതി റഅഹാ യൂസുഫ് മാ അസ്മാഉഹാ. ബന്റെ ജോലി എന്താണെന്നറിയോ? യൂസുഫ് നബി 11 നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു. ആ 11 നക്ഷത്രങ്ങളുടെ പേരൊന്ന് പറയാവോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മിഅ്റാജ് സംഭവത്തെ സംബന്ധിച്ചൊക്കെ 10 കൊല്ലം മുമ്പ് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ചില ചണ്ടികൾ സ്വപ്നം കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറാൻ വരാൻ പോകില്ല, അതിന്റെ ആവശ്യമില്ല. ഇനി പറയൂ, അന്ന് തന്നെ നബി തങ്ങളോട് ചോദിക്കുന്നത് ഈ ജാതി ചോദ്യമാണ്. ഏത്? ആ 11 നക്ഷത്രങ്ങളുടെ പേര് പറയാമോ? ഇന്നത്തെ ഒരു ഏറ്റവും പുരോഗമിച്ച ഒരു സയന്റിസ്റ്റിനോട് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ കഴിയും. എല്ലാ ദിവസവും പുതിയ പുതിയ ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കല്ലേ, ഒരെത്തും പിടിയുമില്ലാതെ. അനന്ത അജ്ഞാതം അവർണ്ണനീയം അതിങ്കലെങ്ങാണ്ടൊരിടത്തു നിന്ന് നോക്കുന്നു മർത്യൻ കഥയെന്നറിഞ്ഞു. ഒരെത്തും പിടിയും കിട്ടാതെ ഇതിങ്ങനെ അല്ലാഹുവിന്റെ ഈ അത്ഭുതത്തിന്റെ കലവറയായ പ്രപഞ്ചം, അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എവിടെ എത്താൻ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി പറയാമെന്നായപ്പോ ഈ ജൂതനോട് ചോദിച്ചു, ഹൽ അൻത മുഅ്മിനുൻ ഇൻ അഖ്ബർതുക ബിഅസ്മാഇഹാ. ഞാൻ ആ 11 നക്ഷത്രങ്ങളെ പേരുകൊണ്ട് പറഞ്ഞുതരാം, എന്നാ ഈ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, നഅം, ഞാൻ വിശ്വസിക്കും. ഉടനെ തന്നെ വിത്തങ്ങൾ പറഞ്ഞു, എന്നാ പിടിച്ചോ. 1 ജറിയ, 2 താരിഖ്, 3 ദയ്യാൽ, 4 ദുൽകത്ഫാൻ, 5 ഖാബിസ്, 6 വസാബ്, 7 അമൂദാൻ, 8 ഫൈലഖ്, 9 മിസ്ബഹ്, 10 ലറൂഹ്, 10 ദുൽഫറ, 11 ദുൽഫറ പറഞ്ഞെടുത്തു. അയാൾ ഉടനെ തന്നെ പറഞ്ഞു, ഈ വല്ലാഹി ഇന്നഹാ ലഅസ്മാഉഹാ, ഇതന്നെയാണ് എന്റെ പേര്. കാരണം മൂപ്പര ഇതിന് മുമ്പുള്ള ഏതോ വേദഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവെത്രയാണ് സഹോദരന്മാരെ. വെറുതെ അല്ല മിഅ്റാജ് ഉണ്ടാക്കിയത്. എല്ലാം കാണണം, എല്ലാം നന്നായി പഠിക്കണം. ഇതെല്ലാം കൂടി പഠിപ്പിക്കാൻ ഒരു പക്ഷേ 23 കൊല്ലം കൊണ്ട് മദീനത്ത് ഇരുത്തിയാലും പറ്റൂല. അതിനെന്നേക്കും മേലോട്ട് വിളിച്ചുകൊണ്ടായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കീമല്ലയോ. ഇമാം ബൂസീരി തന്നെ പറയട്ടെ, ഫഇന്ന മിൻ ജൂദികൽ ദുനിയാ വളറതഹാ ومن علومك علم اللوح والقلم. മദീനയിലെ റൗള മുനവ്വറയിലേക്ക്, ഹുജ്റ ശരീഫിലേക്ക് മനസ്സിൽ തട്ടി നമുക്ക് അഭിമാനത്തോടെ സലാത്ത് ചൊല്ലാം. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ വമിൻ ഉലൂമിക اللوح والقلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അപ്പോൾ അല്ലാഹുവിന്റെ
സൃഷ്ടികളെ സംബന്ധിച്ചുള്ള പഠനം അല്ലാഹുവിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. ആ അല്ലാഹുവിനെ നാം സ്നേഹിക്കുക. അതുപോലെ ഒരു സ്നേഹം വേറെ ആർക്കും നൽകാതിരിക്കുക. അതാണ് ഖുർആൻ പറഞ്ഞത്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾ അല്ലാഹുവിനെ ഏറ്റവും ശക്തിയായി സ്നേഹിക്കുന്നവരാണ്. എനിക്കൊരു സുഖം കിട്ടുന്നില്ല, നിസ്കരിച്ചിട്ട് ഒരു കട്ടൻ ചായ കുടിച്ച് ഒരു സുഖം പോലും അനുഭവപ്പെടുന്നില്ല എന്നൊക്കെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് നമ്മളൊരു ദിവസം എന്തിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടാകും, ആരെ സംബന്ധിച്ചൊക്കെ അയവിറക്കിയിട്ടുണ്ടാകും, ആരോടെല്ലാം നമ്മൾ ആരെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്ഥാനമുള്ള കക്ഷികളാണ്, പാർട്ടികളാണ്, പ്രസ്ഥാനങ്ങളാണ്, നമ്മളുടെ കച്ചവടങ്ങളാണ്. ഓർക്കണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ കേൾക്കുന്നവരും ഇൻഷാ അല്ലാഹ് ഇനി പിന്നീട് കേൾക്കാൻ അവസരം കിട്ടുന്നവരോടൊക്കെയും ഞാൻ ചോദിക്കുന്നു, ഇന്ന് നേരം വെളുത്തിട്ട് ഏകദേശം 5-8 മണിക്കൂർ സമയം നമ്മളുടേത് കഴിഞ്ഞുപോയി. ഈ 9 മണിക്കൂറിനിടയിൽ ഏതെല്ലാം ദിക്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം സ്മരണകളും ചിന്തകളും കൽബിൽ വന്നിട്ടുണ്ട്. അലാ വലഹുൽ ഖൽഖ് അലാ ലഹുൽ ഖൽഖ് വഹുവൽ ലതീഫുൽ ഖബീർ എന്ന് പറഞ്ഞ ലതീഫായ ഖബീറായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താകുന്ന ഖാലിഖിനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ എത്ര സമയം എടുത്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ട്, നമ്മുടെ മനസ്സിലേക്ക് എത്ര പ്രാവശ്യം കടന്നു വന്നിട്ടുണ്ട്. എന്റെ ഭാര്യയെ സംബന്ധിച്ച്, എന്റെ മക്കളെ കുറിച്ച്, എന്റെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, എന്റെ വ്യവസായങ്ങളെ കുറിച്ച്, എന്റെ രാഷ്ട്രീയ പാർട്ടിയെ പറ്റി എന്തൊക്കെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞുപോയി, എത്ര പ്രാവശ്യം ആലോചിച്ചു പോയി. പക്ഷേ സൃഷ്ടിക്കുവാൻ, സൃഷ്ടിപ്പ് നടത്തിയവൻ, ജീവിക്കുവാൻ ആവശ്യമുള്ളതെല്ലാം ഒരുക്കി തന്നവൻ, ഒരു ശ്വാസം മേലോട്ട് വലിച്ചാൽ അത് ഉശ്വസിച്ചാൽ അതിനവസരം നൽകുന്നവനായ സർവജ്ഞനായ അവൻ പടച്ചു വെച്ച ഭൂമിയിലാണ് പാദമൂന്നി നിൽക്കുന്നത്. അവൻ സംവിധാനിച്ച വായുവാണ് വലിച്ചെടുക്കുന്നത്. അവൻ ഒഴുക്കിയ വെള്ളമാണ് കുടിക്കുന്നത്. സഹോദരന്മാരെ, ഇവിടെ ജീവിച്ചു പോകാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും തന്നിട്ടുള്ള റാസിഖായ അല്ലാഹുവിനെ സംബന്ധിച്ച് ഇന്നെത്ര തവണ നമ്മൾ ആലോചിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചു നോക്കുക. അപ്പോൾ പിടികിട്ടും, മനസ്സിൽ പടച്ച റബ്ബിനേക്കാൾ സ്ഥാനമുള്ള വേറെ വല്ലതും കയറിപ്പോയോ ഉണ്ടെങ്കിൽ കൽബിൽ നിന്ന് കുടിയിറക്കുക സഹോദരങ്ങളെ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ആ നിലക്കുള്ള ഒരു സ്നേഹം അല്ലാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും നമ്മൾ കൊടുക്കുകയില്ല. മഹാന്മാരെ നാം സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്നത് ആദരവാണ്, അനുസരണയാണ്. അല്ലാഹുവിനെ നാം സ്നേഹിക്കുന്നുണ്ട്, അതിൽ നിന്ന് ഉണ്ടായിത്തീരുന്നത് ആരാധനയാണ്. മഹാത്മാക്കളെ മഹാന്മാരെ ആരാധിച്ചവരുണ്ടായിരുന്നു. അത് ശിർക്കാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്.